വീണ്ടും റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ ബിജെപിയുടെ 45ാം സ്ഥാപക ദിനമാണ് ഇന്ന്. പാർട്ടി ആസ്ഥാനത്ത് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പതാക ഉയർത്തും. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തൊട്ടാകെ വിപുലമായ പരിപാടികൾ നടക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, രാജ്യത്തൊട്ടാകെ വലിയ പരിപാടികളാണ് 45ാം സ്ഥാപക ബിജെപി ദിനവുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെ പരിപാടികളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങളും കൂടി. ദേവിക, ബി.ജെ.പിയെ സംബന്ധിച്ച് ഇന്ന് പിറന്നാൾ മധുരമാണ്. ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന വിശേഷണത്തോടെയാണ് ഇന്നിപ്പോൾ രാജ്യത്തുമൊപ്പം വിവിധ കോണുകളിലും ബി.ജെ.പി പ്രവർത്തനം നടത്തുന്നത്. സ്ഥാപക ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ദേശീയ ആസ്ഥാനത്ത് ഡൽഹിയിൽ ദീൻ ദയാൽ ഉപാധ്യായ മാർഗിലെ ദേശീയ ആസ്ഥാനത്ത് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പതാക ഉയർത്തും. കൂടാതെ അവിടെ ബി.ജെ.പി ആസ്ഥാനത്ത് തന്നെ ദീൻ ദയാൽ ഉപാധ്യായ, കൂടാതെ ശ്യാമപ്രസാദ് മുഖർജി തുടങ്ങി ഈ ആശയത്തിന് വിത്തുപാകിയ നേതാക്കളുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തും. കാരണം ദീൻദയാൽ ഉപാധ്യായയും ശ്യാമപ്രസാദ് മുഖർജിയും ഉൾപ്പെടെ രൂപം നൽകിയിട്ടുള്ള ജനസംഘത്തിൽ നിന്നാണ് പിന്നീട് ജനതാ പാർട്ടിയിലേക്കും ബി.ജെ.പിയിലേക്കും 1980 ഏപ്രിൽ 6 ബി.ജെ.പിയിലേക്കും ഈ ആശയം വഴിമാറിയിട്ടുള്ളത്. അതുകൊണ്ട് ദേശീയ ആസ്ഥാനത്ത് ജെ.പി. നദ്ദ പതാക ഉയർത്തും. അതിനുശേഷം ഇത്തരത്തിൽ നേതാക്കളുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തും. എല്ലാ സംസ്ഥാന തലത്തിലും മണ്ഡലം തലത്തിലും ഇത്തരത്തിൽ പതാക ഉയർത്തലും ആഘോഷ പരിപാടികളും ഉണ്ടാകും. ജനക്ഷേമ സേവന പദ്ധതികളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ഈ ആഘോഷ പരിപാടികൾ സ്ഥാപക ദിനം കടന്നു പോകണം എന്ന നിർദ്ദേശമാണ് ബി.ജെ.പി ദേശീയ തലത്തിൽ തന്നെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാർ, പ്രധാനപ്പെട്ട നേതാക്കൾ പതാക ഉയർത്തൽ പരിപാടിയിൽ പങ്കെടുക്കും. കൂടാതെ സേവന ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഈ സ്ഥാപക ദിനം മുൻപോട്ട് കൊണ്ടുപോകാനുമാണ് ബി.ജെ.പി തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചു വന്നതുപോലെ ജനസംഘത്തിലൂടെയാണ് ബി.ജെ.പിയുടെ ആശയത്തിന് വിത്തുപാകുന്നത്. ജനസംഘം പിന്നീട് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ദിരയ്ക്കെതിരെ, അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്നത് വേണ്ടി വിവിധ പാർട്ടികൾ ചേർന്നുകൊണ്ട് ജനതാ പാർട്ടി രൂപീകരിക്കുന്നു. ജനസംഘം ആ ജനതാ പാർട്ടിയുടെ ഭാഗമാകുന്നു. പിന്നീട് ഇരട്ട അംഗത്വം, അതായത് RSSുമായി ബന്ധപ്പെട്ട്, സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതിന്റെ ചുമതലയുള്ളവർ ജനതാ പാർട്ടിയിലും പ്രവർത്തിക്കുന്നു എന്ന ആരോപണങ്ങൾ, ആക്ഷേപം ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നതോടുകൂടിയാണ് 1980 അടൽ ബിഹാരി വാജ്പേയിയുടെയും ലാൽകൃഷ്ണ അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ബി.ജെ.പി ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുന്നത്. പാർട്ടി രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 2 സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് നേടാൻ സാധിച്ചിരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് 20 വർഷത്തിലധികം പിന്നിടുമ്പോൾ ബി.ജെ.പി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മുൻപിലുള്ള വ്യക്തമായ ചിത്രമാണ്. 2 സീറ്റുകൾ നേടിയതിനു ശേഷം ആ സമയത്ത് ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ ലോക്സഭയിൽ പരിഹാസമുയർന്നപ്പോൾ അന്ന് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാവ്, ആദ്യത്തെ പ്രസിഡന്റ് അടൽ ബിഹാരി വാജ്പേയി ലോക്സഭയിൽ നടത്തിയിട്ടുള്ള ചരിത്രപരമായ പ്രസംഗം ഇന്നും നമുക്ക് മുൻപിലുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് 2 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ നാളെ രാജ്യം ഭരിക്കാനുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷവുമായി ബി.ജെ.പി ലോക്സഭയിലേക്ക് കടന്നു വരും എന്ന പ്രതികരണം, എന്ന പ്രസ്താവന അടൽ ബിഹാരി വാജ്പേയി നടത്തിയപ്പോൾ ആ സഭ കൂട്ടച്ചിരി മുഴക്കിയത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ പിന്നീട് അടൽ ബിഹാരി വാജ്പേയി തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി എത്തുന്നു. 2014 എത്തിയപ്പോൾ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ബി.ജെ.പി അധികാരത്തിലേറുന്നു. തുടർന്ന് ഇങ്ങോട്ട് 3 ടേമുകളിൽ കൃത്യമായിട്ടുള്ള വിജയം നേടാൻ ബി.ജെ.പിക്ക് സാധിക്കുന്നു. ഇന്ന് രാജ്യത്തിന്റെ ഭരണം, കൂടാതെ 20 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി സഖ്യകക്ഷികളുടെ ഭരണം, ഒപ്പം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന വിശേഷണം, അത്തരത്തിൽ വിശേഷണവും രാജ്യത്ത് പ്രവർത്തനവും ശക്തമാക്കിക്കൊണ്ടാണ് ബി.ജെ.പി 45ാമത് സ്ഥാപക ദിനം ആഘോഷിക്കുന്നത്. ആഘോഷ പരിപാടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. ദേശീയ ആസ്ഥാനത്ത് രാവിലെ 11 മണിയോടുകൂടിയാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും പ്രധാനപ്പെട്ട നേതാക്കളും എത്തുക. ദേവിക.